ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര മടി പിടിച്ചൊരു ദിവസം. പക്ഷെ മേക്കപ്പൊക്കെ മുഖത്തിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ദിവസത്തിൽ നമുക്ക് എങ്ങനെയൊന്ന് മുഖം നല്ല ഭംഗിയാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഞാൻ വന്നിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാനുള്ളത്? മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് ഈ മുഖത്തിനെ നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ കാണാം. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ അലോവേറ ജെൽ. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പോളോ എന്ന് വാങ്ങിച്ച അലോവേറ ജെൽ. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. എന്തോ ഈ അലോവേറ ജെൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഫുള്ളും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കേ, അപ്പോൾ അലോവേറ ജെൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡ്രൈ അങ്ങനെയൊക്കെ എന്തെങ്കിലുമായിട്ട് സ്കിന്നിരിക്കണമെങ്കിൽ ഇതിടുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റാകും. ഇനി അടുത്ത് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഗാർണിയറിൻ്റെ മോയ്സ്ചറൈസർ. വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഇതൊന്നിടാം. ഇതും ഫേസ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിലായി ഇതും അതേപോലെ തന്നെ ഫുൾ ഫേസിലേക്ക് അങ്ങോട്ട് അബ്സോർബ് ആക്കി കൊടുക്കുക. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കണ്ണിൽ മാത്രം കുറച്ച് കൺസീലർ ഇടും. അത് കുറച്ച് മുഖം ബ്രൈറ്റായിട്ട് തോന്നിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ്. അത്ര പോരാ, കൊള്ളില്ല, എനിക്കിഷ്ടമായില്ല. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യണം. ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ മാത്രം, വേറെ എന്താ പറയുക സ്ഥലത്തൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഓൺലി എൻ്റെ ഐ ഏരിയ. കോമഡി ആയിട്ടുണ്ടല്ലേ? സാരല്ല, ഡാപ്പ് ചെയ്തോളെ. ശരിക്കും ഈ കൺസീലർ ഇവിടെ ബ്ലാക്ക് സ്പോട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. പക്ഷേ മടിയുള്ള ദിവസമാണല്ലോ, നമുക്കധികം ഒന്നും അപ്ലൈ ചെയ്യാൻ തോന്നില്ലല്ലോ. ആ ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും മതി, നല്ല എഫക്റ്റ് തോന്നിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു പൗഡർ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യണേന്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ കാലത്തും പൗഡർ ഉപയോഗിക്കുന്നു. ഞാൻ ഉപയോഗിക്കും. അപ്പോൾ കുറച്ച് പൗഡർ എടുക്കുക. ഈ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഡാബ് ചെയ്ത് കണ്ണിൻ്റെ അവിടെയല്ലേ കൺസീലർ, ഫസ്റ്റ് ഞാൻ അവിടെ ഒന്ന് സെറ്റാക്കും. ഓക്കെ, കണ്ണ് റെഡി. ബാക്കി ഉള്ള പൗഡർ മുഖത്ത് ഇങ്ങനെ ഇടും. കോമ്പാക്റ്റൊക്കെ വെറുതെ ഇട്ടിട്ട് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏതൊക്കെ ഇടണ്ടേന്ന്. അങ്ങനെ പൗഡറും ഉള്ളത് എക്സസ് ഉള്ളത് ഞാൻ എന്ത് ചെയ്യും നോക്കിയിട്ട് ഓൾ മലയാളീസ് ഡൂയിങ് സാധനം കഴുത്തിലേക്കൊക്കെ ഇട്ട് മുഖം ഒന്ന് സെറ്റാക്കി ഏകദേശം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ ഫേസിലെ എന്താ പറയുക മേക്കപ്പ് എന്ന് പറഞ്ഞാലേ ചെയ്യുന്നത്. നേരത്തെ ഫേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യും. എന്ത് വന്നാലും ഐബ്രോ ഫില്ല് ചെയ്യാണ്ടിരിക്കില്ല. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. ഐബ്രോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഐലൈനർ എഴുതിയിട്ട് വരാം. ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഹിമാലയയുടെ കാജൽ വെച്ചിട്ടാണ് ഞാൻ അടിയിലും കൂടി എഴുതുന്നത്. ഔട്ട്ഫിറ്റ് അനുസരിച്ചിരിക്കും ഈ കാജലിൻ്റെ എന്താ വീതി കൂട്ടണത് കുറക്കണത്. ഇന്ന് ഞാൻ ജീൻസും ഷർട്ടും ഇട്ടേക്കണത് കാരണം അത്ര വീതിക്ക് എഴുതുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ ഒന്ന്
ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മസ്കാരയും കൂടി ഒന്ന് എഴുതാക്കാം. അപ്പോൾ കണ്ണ് നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഫേസ് മേക്കപ്പിന് വേണ്ടി ഞാൻ ആകെ ഉപയോഗിച്ചത് മൂന്നേ ഇൻഗ്രീഡിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ അലോവേറ ജെല്ല്, മോയ്സ്ചറൈസർ, പൗഡർ. അത് വെച്ച് മുഖം സെറ്റ് ചെയ്തു. പിന്നെ ഒന്ന് ഐബ്രോ ചെയ്തു, ഐലൈനർ എഴുതി, കണ്ണെഴുതി, ജസ്റ്റ് മസ്കാര ഇടുന്നു. ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ എന്താ, ലിപ്സ്റ്റിക്ക് ഇടാന്നതിന് നമ്മൾ പുറത്ത് പോയില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ ഈ ലിപ് ഗ്ലോസ് അല്ല, ലിപ് ബാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് തുടച്ച് കളഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് വരട്ടാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് ലൈനർ കൊണ്ടൊന്ന് വരക്കുന്നുണ്ട്. ഓക്കെ, ഉള്ളിലൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല, പുറത്ത് മാത്രം വരക്കുന്നുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് പിന്നെ അയ്യോ കയ്യിലിരിക്കുന്നു. ലിപ്സ്റ്റിക് പിന്നെ ഒരു വികാരമാണല്ലോ. അപ്പം ലിപ്സ്റ്റിക് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു മേക്കപ്പ് ഇട്ട ഫീലിംഗ് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഇനി ഞാൻ എൻ്റെ മുടിയും കൂടി ഒന്ന് കെട്ടിയിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യാം, ഹൈലൈറ്റ്. ജസ്റ്റ് ഒന്ന് മിനിങ്ങാനായിട്ട് ഇതും ഒരു മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനം തരും നമുക്ക്. ചെയ്തിട്ടില്ല എന്നാൽ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാധനം തരും. എന്താ നൈസ. ബ്ലഷൊന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്രയുള്ള എൻ്റെ ഫേസ് മേക്കപ്പ്. ഞാൻ ഇനിയൊന്ന് മുടിയൊക്കെ കെട്ടി ഞാനൊന്ന് സെറ്റായിട്ട് വരാം. അപ്പോൾ ഇത്രയും മേക്കപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ മുടിയും കൂടി സെറ്റാക്കിയിട്ട് വരാം. മുടികെട്ടലെന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ അതിലെ പേനല ക്ലിപ്പ് ചെയ്തിട്ട് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളല്ലേ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ് ഞാൻ കാണിച്ചത്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക.